السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികൾ, അൽ-ഇമാം അൽ-മുജദ്ദിദ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ കിതാബ് തൗഹീദ് എന്ന ഗ്രന്ഥത്തിൽ അടുത്ത ബാബുൻ മിന ശിർക്കി അന്നദറു ലിഗൈരില്ലാഹ്, ഷിർക്കിൽപ്പെട്ട കാര്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാതെ മറ്റാർക്കെങ്കിലും വേണ്ടി നേർച്ച നേരുക എന്നുള്ളത് ഷിർക്കാണ് എന്നത്. അന്നദർ, നേർച്ച. നദർ എന്നുള്ളത് ഇബാദത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസുകളിലൂടെയും അറിയിച്ചിട്ടുള്ള കാര്യമാണ് നദർ എന്നുള്ള ഇബാദത്ത്. അല്ലാഹു തആല അതിനെ മദ്ഹ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. നദറിനെ, നേർച്ച നേർന്ന് അത് പൂർത്തീകരിക്കുന്ന ആളുകളെ മദ്ഹ് ചെയ്തുകൊണ്ട് അല്ലാഹു തആല ഖുർആനിലൂടെ പറഞ്ഞിട്ടുണ്ട്, പ്രശംസിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. എന്താണ് അന്നദർ എന്ന് പറഞ്ഞാൽ? നദർ എന്ന് പറഞ്ഞാൽ സ്വന്തത്തിൽ നിർബന്ധമില്ലാത്ത ഒരു കാര്യത്തെ സ്വയം നിർബന്ധമാക്കുന്നതിനാണ് അന്നദർ എന്ന് പറയുന്നത്. ഉദാഹരണം പറഞ്ഞാൽ, ഒരാൾ നേർച്ച നേരുകയാണ്, ഞാൻ 10 ദിവസം നോമ്പ് നോൽക്കും. അയാളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു തആല അയാളുടെ മേലെ നിർബന്ധമാക്കിയിട്ടുള്ള ഒരു കാര്യമല്ല വെറുതെ 10 ദിവസം നോമ്പ് നോൽക്കണമെന്ന്. പക്ഷെ അയാൾ സ്വന്തത്തിൽ ഞാൻ 10 ദിവസം നോമ്പ് നോൽക്കും, അള്ളാഹുവിന് വേണ്ടി ഞാൻ നോമ്പ് നോൽക്കും എന്ന് സ്വയം അയാൾ നേർച്ച ചെയ്യുന്നതിനാണ് അന്നദർ എന്ന് പറയുന്നത്. ഏത് കാര്യവും, ഇപ്പോൾ ഒരു ആടിനെ അറുത്ത് ഞാൻ ഭക്ഷണം നൽകും, അല്ലെങ്കിൽ ഇത്ര ആളുകൾക്ക് ഞാൻ സമ്പത്ത് കൊടുക്കും, ഒക്കെ അങ്ങനെ ഒരാൾ നിർബന്ധമല്ലാത്തൊരു കാര്യം സ്വയം നിർബന്ധമാക്കുന്നതിനാണ് അന്നദർ എന്ന് പറയുന്നത്. ഇനി ബാബിൽ കൊടുത്തിട്ടുള്ള ആയത്തുകൾ, ഖൗലുല്ലാഹി തആല സൂറത്തുൽ ഇൻസാനിലെ 7-ാമത്തെ ആയത്ത്, യൂഫൂന ബിന്നദർ, നേർച്ച നിറവേറ്റുന്നവരാണവർ. അല്ലാഹു സുബ്ഹാനഹു വ തആല നേർച്ച ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നിറവേറ്റുന്ന ആളുകളെ പ്രശംസിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് യൂഫൂന ബിന്നദർ, നേർച്ചകൾ നിറവേറ്റുന്നവരാണവർ. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല, ഒന്നാമത്തേത് ഈ നദർ എന്നുള്ളത് അള്ളാഹുവിന് വേണ്ടി മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അഥവാ അള്ളാഹുവിന് വേണ്ടി ഞാൻ ഇന്ന കാര്യം ചെയ്യും, അള്ളാഹുവിന് വേണ്ടി ഞാൻ ഇന്ന കാര്യം ചെയ്യും എന്ന രീതിയിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അള്ളാഹു അല്ലാത്ത ഒരാൾക്ക് വേണ്ടി അങ്ങനെ ചെയ്താൽ അത് ശിർക്കാണ്. ഇന്ന ആളുടെ തൃപ്തിക്ക് വേണ്ടി, ഇന്ന ആൾക്ക് വേണ്ടി ഞാൻ ഇന്ന സ്വതക്ക കൊടുക്കും, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് ശിർക്കാണ്. അപ്പോൾ അള്ളാഹുവിന് വേണ്ടി നേർച്ച നേർന്നിട്ടുണ്ടെങ്കിൽ അത് നിറവേറ്റുന്ന ആളുകൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ആളുകളെ, നിറവേറ്റുന്നവരെ മദ്ഹ് ചെയ്തുകൊണ്ട് പറഞ്ഞു. മറ്റൊരായത്ത് സൂറത്തുൽ ബഖറയിലെ 270-ാമത്തെ ആയത്താണ്. അതിൽ അല്ലാഹു തആല പറയുന്നത്, വമാ അൻഫഖ്തും മിൻ നഫഖത്തിൻ ഔ നദർതും മിൻ നദ്രിൻ ഫഇന്നല്ലാഹ യഅലമുഹു, നിങ്ങൾ എന്തൊന്ന് ചെലവഴിച്ചാലും അതുപോലെ തന്നെ നിങ്ങൾ എന്തൊന്ന് നേർച്ച നേർന്നാലും, അള്ളാഹുവിന് വേണ്ടിയാവട്ടെ അതല്ലാത്ത രീതിയിലാവട്ടെ, എന്ത് കാര്യം നിങ്ങൾ ചെലവഴിക്കുന്നുണ്ടെങ്കിലും അള്ളാഹു നിങ്ങൾ നേർച്ച നേരുന്നുണ്ടെങ്കിലും എല്ലാം ഫഇന്നല്ലാഹ യഅലമുഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ അറിയുന്നുണ്ട്. അല്ലാഹു തആല ആർക്ക് വേണ്ടിയാണ്, എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ചെയ്യുന്നത് എന്ന് അറിയുന്നുണ്ട്. അപ്പോൾ നേർച്ചയുമായി ബന്ധപ്പെട്ട് ഈ ആയത്തുകളിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നേർച്ച നിറവേറ്റുന്ന ആളുകളെ പ്രശംസിച്ചുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരിക്കലും ഈ നേർച്ച നേരുക എന്നുള്ളത് പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ഒരു ഇബാദത്തല്ല. ചില പണ്ഡിതന്മാർ, ഇബ്നു തൈമിയ റഹിമഹുല്ലാ പോലെയുള്ളവരെല്ലാം അത് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് തന്നെ പറഞ്ഞത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പറഞ്ഞിട്ടുണ്ട്, നേർച്ച കൊണ്ട് ഒരു നേട്ടവും ഒരാൾക്ക് ഉണ്ടാകുന്നില്ല. അഥവാ അതൊരു പിശുക്കനിൽ നിന്ന് കുറച്ച് സമ്പത്ത് പുറത്തു കൊണ്ടുവരുന്നു എന്നല്ലാതെ അള്ളാഹുവിന്റെ ഖദറിൽ ഒരു മാറ്റവും അതുകൊണ്ട് ഉണ്ടാകുന്നില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും നേർച്ച നേരുകയാണെങ്കിൽ അവനത് പൂർത്തീകരിക്കണം. അള്ളാഹുവിന് വേണ്ടി ഇന്നത് ചെയ്യാം എന്നൊരാൾ നേർച്ച നേർന്നിട്ടുണ്ടെങ്കിൽ അവനത് പൂർത്തീകരിക്കണം. എന്നാൽ നമ്മുടെ നാടുകളിൽ ചില ആളുകൾ ചെയ്യുന്ന രീതികൾ കാണാം, എനിക്ക് ഇന്നത് നടക്കുകയാണെങ്കിൽ ഞാൻ ഇന്നത് ചെയ്യും,
എനിക്ക് ഇന്ന കാര്യം നടന്നാൽ ഇന്നത് ചെയ്യും, അങ്ങനെ ഒരു നിബന്ധന വെച്ചുകൊണ്ട് ചെയ്യുന്നത് അത് ദീനിൽ പഠിപ്പിച്ചിട്ടില്ല. എനിക്ക് ഇന്ന കാര്യം ലഭിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എൻ്റെ കച്ചവടത്തിൽ ഇത്ര ലാഭം ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ ഇന്നത് അള്ളാഹുവിന് വേണ്ടി ചെയ്യാം എന്ന് നേർച്ച തരുന്ന അങ്ങനെ ഒരു കണ്ടീഷൻ വെച്ചുകൊണ്ട്, നിബന്ധന വെച്ചുകൊണ്ടുള്ള നേർച്ച ദീനിൽ പഠിപ്പിച്ചിട്ടില്ല. എന്നാൽ അതേസമയം ഒരാൾ സ്വന്തത്തിൽ ഞാനിതാ ഒരാളിനെ അറുത്ത് ഇത്ര ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നതാണ്, അള്ളാഹുവിന് വേണ്ടി ഞാൻ നേർച്ച നേരുന്നു എന്ന് പറഞ്ഞാൽ അവനത് നിർവഹിക്കണം. അത് ഇബാദത്താണ്. അള്ളാഹു അല്ലാത്ത വേറൊരാൾക്ക് അത് ചെയ്താൽ അത് ശിർക്കുമാണ്. അപ്പോൾ ഒരു നിബന്ധന വെച്ചുകൊണ്ടുള്ള നേർച്ച ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത് ഈ തരത്തിലുള്ളതാണ്. അത് തന്നെ പ്രോത്സാഹിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യവുമല്ല. പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നേർച്ച നേർന്നിട്ടുണ്ടെങ്കിൽ അത് നിർവഹിക്കണമെന്ന് മാത്രം. അടുത്ത ഹദീസ് വഫി സഹീഹ് അൻ ആയിഷ റളിയല്ലാഹു അൻഹാ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല. ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസ് റിവായത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ നദറ അൻ യുതീഅ അല്ലാഹ ഫൽയുതീഅഹു. ആരെങ്കിലും അള്ളാഹുവിനെ അനുസരിക്കാൻ വേണ്ടി നേർച്ച നേരുകയാണെങ്കിൽ അവൻ അള്ളാഹുവിനെ അനുസരിക്കട്ടെ. വമൻ നദറ അൻ യഅസി അല്ലാഹ ഫലാ യഅസിഹ്. ആരെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വതആലയെ ധിക്കരിക്കാനാണ് നേർച്ച നേർന്നിട്ടുള്ളത് എങ്കിൽ അവനത് ചെയ്യാതിരിക്കട്ടെ, ധിക്കാരം ചെയ്യാതിരിക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് കാണാം. അപ്പൊ അള്ളാഹുവിനെ അനുസരിക്കാൻ ഒരാൾ നേർച്ച നേർന്നാൽ, നമ്മൾ നേരത്തെ പറഞ്ഞ ഉദാഹരണം പോലെ ഒരാൾ ഞാൻ ഇത്ര ഇബാദത്തുകൾ ചെയ്യാം, അല്ലെങ്കിൽ ഇത്ര ദിവസം നോമ്പ് നോൽക്കാം, അല്ലെങ്കിൽ ഇത്ര പണം ഞാൻ സക്കാത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഇന്ന ഭക്ഷണം എത്ര ആളുകൾക്ക് നൽകാം, അങ്ങനെ ഏതെങ്കിലും തരത്തിൽ സ്വന്തത്തിൽ ഒരു നേർച്ച ഒരാൾ നേർന്നിട്ടുണ്ട് എങ്കിൽ, അള്ളാഹുവിനെ അനുസരിക്കുന്ന ഒരു കാര്യത്തിൽ നേർന്നിട്ടുണ്ട് എങ്കിൽ അവൻ എന്ത് ചെയ്യണം? അത് പൂർത്തീകരിക്കണം. അത് പൂർത്തീകരിക്കുന്നില്ല എങ്കിൽ അവന്റെ മേലെ കഫാറത്ത് നിർബന്ധമാകും. അവൻ അതിന് പ്രായശ്ചിത്തം ചെയ്യേണ്ടി വരും. അതല്ലാത്ത വശം അവൻ അള്ളാഹുവിനെ അനുസരിക്കാൻ അവൻ നേർച്ച നേരുന്നുണ്ട് എങ്കിൽ അവനത് പൂർത്തീകരിക്കേണ്ടത് അവന്റെ മേലുള്ള ബാധ്യതയാണ്. ഇനി നേർച്ച നേർന്ന കാര്യം അള്ളാഹുവിനെ ധിക്കരിക്കുന്ന ഏതെങ്കിലും വിഷയമാണെങ്കിലോ, ഇപ്പൊ ഏതെങ്കിലും പാപം ചെയ്യാൻ വേണ്ടി ഒരാൾ ഞാൻ മദ്യപിക്കാൻ വേണ്ടി നേർച്ച നേരുന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തെറ്റ് ചെയ്യാൻ വേണ്ടി നേർച്ച നേരുന്നു, അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിറവേറ്റേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, അത് നിറവേറ്റാൻ പാടില്ല. തെറ്റായിട്ടുള്ള അള്ളാഹുവിനെ ധിക്കരിക്കുന്ന വിഷയങ്ങളിൽ ആരെങ്കിലും എന്തെങ്കിലും തരത്തിൽ നേർച്ച ചേർന്നിട്ടുണ്ട് എങ്കിൽ അത് ചെയ്യേണ്ട ആവശ്യമില്ല, അത് ചെയ്യാൻ പാടില്ല. എന്നാൽ അള്ളാഹുവിനെ അനുസരിക്കുന്ന വിഷയത്തിൽ ആണെങ്കിൽ അത് ചെയ്യണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യത്തെ പറ്റി ദീനിൽ കൽപ്പിക്കുകയോ അല്ലെങ്കിൽ ആ കാര്യം ചെയ്യുന്നവരെ പറ്റി മദ്ഹ് ചെയ്ത് പറയുകയോ അങ്ങനെയെല്ലാം വന്നിട്ടുണ്ട് എങ്കിൽ അത് ഇബാദത്തിന്റെ ഇനമായിട്ടാണ് പരിഗണിക്കുക. അത് അള്ളാഹുവിന് വേണ്ടി മാത്രമാണ് ചെയ്യേണ്ടത്. അത് അള്ളാഹു അല്ലാത്തവർക്ക് ചെയ്താൽ ഷിർക്കായി മാറുകയും ചെയ്യും. അപ്പൊ നദർ എന്നുള്ളതിന്റെ ഉദ്ദേശം ഇതാണ്. ഒരു കാര്യം നിർബന്ധമല്ലാത്തത് സ്വന്തത്തിൽ നിർബന്ധമാക്കുന്നതിനാണ് അന്നദർ എന്ന് പറയുന്നത്. നേർച്ച നേർന്നിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹുവിനെ അനുസരിക്കുന്ന വിഷയത്തിലാണ് എങ്കിൽ അത് നിറവേറ്റൽ അവന്റെ മേലെയുള്ള ബാധ്യതയാണ്. അള്ളാഹുവിനെ ധിക്കരിക്കുന്ന വിഷയത്തിലാണെങ്കിൽ അവനത് നിറവേറ്റേണ്ടതില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇത്രയുമുള്ളൂ ഈ ബാബിൽ കൊടുത്തിട്ടുള്ളത്. നമ്മൾ വായിക്കാറുള്ള ഇമാം സഅദിയുടെ ഷർഹിൽ, കിതാബ് തൗഹീദിന്റെ ഷർഹിൽ ഇനിയുള്ള 2 ബാബുകൾ കൂടി ഒരുമിച്ചിട്ടാണ് അദ്ദേഹം ഷർഹ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ആ ബാബുകളെയും വായിച്ചിട്ട് നമുക്ക് അവസാനത്തിൽ ഇമാം സഅദി റഹിമഹുള്ളയുടെ ഷർഹ് വായിക്കാം. അടുത്ത ബാബ്, ബാബുൻ മിനശ്ശിർക്കി അലിസ്തിആദതു ബിഗൈരില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലാതെ ആരെയെങ്കിലും കൊണ്ട് രക്ഷ തേടുന്നതിന് ശിർക്കാണ് എന്നറിയിക്കുന്ന കാര്യങ്ങളാണ് ഈ ബാബിൽ കൊടുത്തിട്ടുള്ളത്. അഥവാ ഇസ്തിആദ. ഇസ്തിആദ എന്ന് പറഞ്ഞാൽ ഒരു ശത്രുവിൽ നിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഉപദ്രവങ്ങളിൽ നിന്നോ രക്ഷ തേടുന്നതിന്. ഇപ്പോൾ ഒരാൾ നമ്മൾ ഉപദ്രവിക്കാൻ വരികയാണ്, അപ്പോൾ വേറെ ആളെടുത്ത് പോയിട്ട് എനിക്ക് രക്ഷ നൽകണം എന്ന് പറയുന്ന ആ കാര്യങ്ങൾക്കാണ് രക്ഷ തേടുക എന്ന് പറയുക. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലാതെ മറ്റ് ആരുടെയെങ്കിലും അടുക്കലിൽ നിന്ന് ഇസ്തിആദ രക്ഷ തേടുക എന്നുള്ളത് ഷിർക്കാണ്. അതായത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി കൊണ്ട് എന്തെങ്കിലും ദോഷത്തിൽ നിന്ന്, എന്തെങ്കിലും ഉപദ്രവങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷ നൽകാൻ ആർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ? അള്ളാഹുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ആ നിലക്ക് അള്ളാഹു അല്ലാതെ ആരോടായാലും, അത് ജിന്നായാലും മലക്കായാലും റസൂലാണെങ്കിലും ആരാണെങ്കിലും രക്ഷ തേടുക എന്നുള്ളത് ഷിർക്കാണ് എന്നുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിൽ ഒന്നാമത്തെ ആയത്തായി കൊടുക്കുന്നത് ഖൗലിഹി തആല, സൂറത്തുൽ ജിന്നിലെ 6ാമത്തെ ആയത്താണ്. وأنه كان رجال من الإنس يعوذون برجال من الجن فزادوهم رهقا. وأنه كان رجال من الإنس. മനുഷ്യരിൽപ്പെട്ട ചില ആളുകൾ
യഊദൂന ബിരിജാലിൻ മിനൽ ജിൻ, ജിന്നുകളിൽപ്പെട്ട ചില ആളുകളോട് രക്ഷ തേടാറുണ്ടായിരുന്നു. ഫസാദുഹും റഹഖ, അതവർക്ക് അവരുടെ ഭയം വർദ്ധിപ്പിക്കുകയല്ലാതെ വേറൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറഞ്ഞു. ഈ സൂറത്തുൽ ജിന്ന് അതിറങ്ങിയ ഒരു സാഹചര്യവും ഒരു സന്ദർഭവും എല്ലാം നമുക്കറിയാവുന്നതാണ്. കുറച്ച് ജിന്നുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ പാരായണം ചെയ്യുന്നത് കേൾക്കുകയും അങ്ങനെ ഇസ്ലാം സ്വീകരിക്കുകയും എല്ലാം ചെയ്ത സന്ദർഭത്തിൽ അവർ സംസാരിച്ച ചില കാര്യങ്ങളാണ്, മനുഷ്യരിൽപ്പെട്ട ചില ആളുകൾ ജിന്നുകളോട് രക്ഷ തേടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്ന്. അഥവാ അന്ന് കാലത്ത് ആളുകൾ ഏതെങ്കിലും താഴ്വരയിലൂടെ എല്ലാം യാത്ര പോകുന്ന സന്ദർഭത്തിൽ അവർ ആ താഴ്വരയിൽ എത്തിക്കഴിഞ്ഞാൽ അവർ രക്ഷ തേടുന്ന ഒരു വാക്കുണ്ടായിരുന്നു, അഊദു ബി സയ്യിദി ഹാദൽ വാദി മിൻ സുഫഹാഇ ഖൗമിഹി. ഈ താഴ്വരയിലുള്ള ജിന്നുകളുടെ നേതാവിനോട് ഞങ്ങളിതാ രക്ഷ തേടുന്നു. അതേ ഈ ജിന്നുകളുടെ കൂട്ടത്തിലുള്ള വിഡ്ഢികളായ ആളുകളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് അതിന്റെ നേതാവിനോട്, ആ നേതാവിനെ കൊണ്ട് ഞങ്ങളിതാ രക്ഷ തേടുന്നു എന്ന് പറയുന്ന ആ ജിന്നിന്റെ നേതാവിനോട്, അത് ആ ജിന്നിന്റെ കീഴിലുള്ള മറ്റുള്ളവരുടെ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷ തേടിയിരുന്ന രീതി അന്ന് മുശ്രിക്കീങ്ങൾക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ഈ ജിന്നുകൾ ഈ കാര്യം പറയുകയാണ്, മനുഷ്യരിൽ ചില ആളുകൾ ഇങ്ങനെ ജിന്നിനോട് രക്ഷ തേടാറുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പൊ ഏത് തരത്തിലുള്ള ഉപദ്രവമാണ് എങ്കിലും നമുക്ക് എന്തെങ്കിലും ഒരു ഉപദ്രവത്തിൽ നിന്ന് നമുക്ക് രക്ഷ നൽകാൻ ആർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ? അള്ളാഹുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പൊ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായിട്ട് നമ്മൾ ഒരാളോട് രക്ഷ തേടുന്നുണ്ട് എങ്കിൽ ഒരാൾ നമ്മെ സംരക്ഷിക്കും, ഒരാളിൽ നിന്ന് നമുക്ക് രക്ഷ ലഭിക്കും എന്ന നിലയ്ക്ക് നമ്മൾ തേടുമ്പോൾ അതിന് അർഹൻ അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. അള്ളാഹു അല്ലാത്ത മറ്റാരെയെങ്കിലും കൊണ്ട് ആരുടെ അടുത്തെങ്കിലും രക്ഷ തേടുക എന്നുള്ളത് ശിർക്കുമാണ് എന്ന് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാം. മനുഷ്യരിൽപ്പെട്ട ആളുകൾ യാത്രയിൽ പോകുന്ന സന്ദർഭത്തിൽ ചില താഴ്വരയിൽ അവിടെ ജിന്നുകളുടെ നേതാവിനോട് അവിടെ ബാക്കിയുള്ള ജിന്നുകളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷ തേടുന്ന രീതി ഉണ്ടായിരുന്നു. അടുത്തൊരു ഹദീസാണ്, വഅൻ ഖൗലത ബിൻത് ഹകീമിൻ قالت سمعت رسول الله صلى الله عليه وسلم يقول. ഖൗല ബിൻത് ഹകീം റളിയല്ലാഹു അൻഹ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടു, മൻ നസല മൻസിലൻ, ആരെങ്കിലും ഒരു സ്ഥലത്ത് ഇറങ്ങുകയാണ്, യാത്രയിൽ മറ്റോ ഒരു സ്ഥലത്ത് ഇറങ്ങുകയാണ്, ഫഖാല, എന്നിട്ട് അവൻ പറഞ്ഞു, അഊദു ബികലിമാത്തില്ലാഹി തമ്മാതി മിൻ ശർരി മാ ഖലഖ്. അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്, അള്ളാഹുവിന്റെ പരിപൂർണമായ കലിമത്തുകൾ കൊണ്ട് ഞാനിതാ രക്ഷ തേടുന്നു. അവിടെ ഉദ്ദേശം ഖുർആനാണ്. അള്ളാഹുവിന്റെ പരിപൂർണമായ കലിമത്തുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖുർആനിനെയാണ്. അതായത് ഖുർആൻ അള്ളാഹുവിന്റെ സിഫത്താണ്, അള്ളാഹുവിന്റെ കലാം അള്ളാഹുവിന്റെ സിഫത്താണ്, ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിശേഷണങ്ങളെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക എന്നുള്ളത് ദുആ ഉത്തരം ചെയ്യപ്പെടാൻ പ്രത്യേകം കാരണമാകുന്ന ഒരു രീതിയാണ്. പല ദുആകളിൽ നമുക്ക് കാണാൻ സാധിക്കും, അള്ളാഹുവിന്റെ തൃപ്തി കൊണ്ട് ബിരിവാക മിൻ സഖതിക് എന്ന് തേടുന്ന കാണാം. അതുപോലെ തന്നെ അല്ലാഹുമ്മ ബിഇസ്സതിക, അതുപോലെ ബിഖുദ്റതിക, അങ്ങനെയൊക്കെ പല ബിഇൽമിക, അങ്ങനെ പല രീതിയിൽ അള്ളാഹുവിന്റെ വിശേഷണങ്ങളെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് തേടുന്ന രീതികളുണ്ട്. അപ്പൊ ഇതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്തിആദത്തിന്റെ രക്ഷ തേടുന്നതിന്റെ ഒരു ദുആ ആണ് പഠിപ്പിക്കുന്നത്. അത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചെന്നിറങ്ങുന്ന സന്ദർഭത്തിൽ അവിടെ ഉണ്ടാകുന്ന ഏതൊരു സൃഷ്ടിയുടെ ശർറിൽ നിന്നും രക്ഷ തേടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിപൂർണമായ കലിമത്തുകളെ, ഇവിടെ ഉദ്ദേശം ഖുർആനിനെയാണ്, അതിനെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് തേടുകയാണ്. അഊദു ബികലിമാത്തില്ലാഹി തമ്മാത് മിൻ ശർരി മാ ഖലഖ്, അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ള എല്ലാത്തിന്റെയും ഷർറിൽ നിന്ന്, അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ള എല്ലാത്തിന്റെയും ഷർറിൽ നിന്ന് ഞാനിതാ രക്ഷ തേടുന്നു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ലം യദുർറഹു ശൈഉൻ ഹത്താ യർഹല മിൻ മൻസിലിഹി ദാലിക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആരെങ്കിലും ഒരു സ്ഥലത്ത് ഇറങ്ങിയിട്ട് ഈ ദുആ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അവിടെ നിന്ന് യാത്ര പോകുന്നത് വരെ, അവിടെ നിന്ന് വീണ്ടും പോകുന്നത് വരെ ഒരു ഉപദ്രവവും അവന് ഏൽക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. അപ്പൊ രണ്ട് കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. ഒന്ന്, നമ്മൾ യാത്ര പോകുമ്പോൾ, യാത്രകളിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് ഇറങ്ങുമ്പോൾ നാം ചൊല്ലേണ്ടത് ദുആ ആണ്, അഊദു ബികലിമാത്തില്ലാഹി തമ്മാതി മിൻ ശർരി മാ ഖലഖ് എന്നുള്ളത്. രണ്ട്, ഈ ആയത്തിൽ ഈ ദുആയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് ഇസ്തിആദത്തിന് രക്ഷ തേടാൻ അർഹനായിട്ടുള്ളത്, അല്ലാഹു മാത്രമാണ്.
അള്ളാഹുവിനല്ലാതെ മറ്റൊരാൾക്കും ഒരു തരത്തിലും നമുക്ക് രക്ഷ നൽകാനോ സംരക്ഷണം നൽകാനോ സാധിക്കുകയില്ല. നമുക്ക് നേരത്തെ കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞ എന്താണ്? മുശ്രിക്കീങ്ങൾ ഓരോ താഴ്വരയിൽ അള്ളാഹു അല്ലാതെ ജിന്നുകളോടും മറ്റു പലരോടും രക്ഷ തേടുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. എന്നാൽ മുഅ്മിനീങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രമാണ് രക്ഷ തേടേണ്ടത്. അതിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു ദുആ ആണിത്. ഇത്രയുമാണ് ഈ ബാബിലും കൊടുത്തിട്ടുള്ളത്. അഥവാ ഇസ്തിആദത്തിന്റെ ബാബിൽ മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് കൊടുത്തിട്ടുള്ള ആയത്തും ഹദീസും ഈ പറഞ്ഞതാണ്. അപ്പോൾ രക്ഷ തേടുക എന്നുള്ളത് അള്ളാഹുവിന് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അള്ളാഹു അല്ലാത്ത വേറെ ആരോട് ഈ രക്ഷ തേടുന്നതും ശിർക്കാണ്. ബാബുൻ, അടുത്ത ബാബ്, മിനശ്ശിർക്കി അൻ യസ്തഗീസ ബിഗൈരില്ലാഹി ഔ യദ്ഉവ ഗൈറഹു. അള്ളാഹു അല്ലാത്ത മറ്റൊരാളോട് ഇസ്തിഗാസ നടത്തൽ, അതല്ലെങ്കിൽ ദുആ ചെയ്യൽ, അത് ശിർക്കാണ് എന്നുള്ളത്. ഇസ്തിഗാസ, ദുആ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം തേട്ടം, ഒരു കാര്യം നമ്മൾ തേടുന്നതിനാണ് ദുആ എന്ന് പറയുന്നത്. ഇസ്തിഗാസ എന്ന് പറഞ്ഞാലോ, ഇസ്തിഗാസയും ദുആയും തമ്മിൽ വ്യത്യാസം എന്താണ്? ഇസ്തിഗാസയും ദുആയും ഒന്ന് തന്നെയാണ്, രണ്ടും തേട്ടം തന്നെയാണ്. പക്ഷേ ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ ഒരാളുടെ ഞെരുക്കത്തിൽ, ഒരു ശിദ്ദത്തിൽ, ഒരു മശഖത്തിൽ, ഒരു പ്രത്യേക ഞെരുക്കത്തിൽ തേടുന്ന തേട്ടത്തിനാണ് ഇസ്തിഗാസ എന്ന് പറയുന്നത്. സഹായം തേടുക എന്ന് പറഞ്ഞാൽ അയാൾ പെട്ടെന്നുണ്ടാകുന്ന അല്ലെങ്കിൽ ഒരു ഞെരുക്കത്തിൽ അകപ്പെട്ടുകൊണ്ട്, ഒരു പ്രശ്നത്തിൽ അകപ്പെട്ടുകൊണ്ട്, ഒരു ബുദ്ധിമുട്ടിൽ അകപ്പെട്ടുകൊണ്ട് അയാൾ തേടുന്ന തേട്ടത്തിനാണ് ഇസ്തിഗാസ എന്ന് പറയുന്നത്. എന്നാൽ ദുആ എന്ന് പറഞ്ഞാൽ ഏത് സമയത്ത് ചെയ്യുന്നതിലും ദുആവുമാണ്. അപ്പൊ ഇസ്തിഗാസ എല്ലാം ദുആ ആണ്. എന്നാൽ ദുആയിൽ ആപത്ഘട്ടത്തിൽ തേടുന്ന ആ ദുആഇനാണ് ഇസ്തിഗാസ എന്ന് പറയുന്നത്. അപ്പൊ രണ്ടും ഒന്ന് തന്നെയാണ്. നമ്മുടെ നാട്ടിൽ ശിർക്കിനെ തെളിവാക്കുന്ന ആളുകൾ പലപ്പോഴും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാറുള്ള ഒരു കാര്യമാണ്, നമ്മൾ ഖബറിൽ കിടക്കുന്ന ആളുകളോടോ സ്വാലിഹീങ്ങളോടോ ഒന്നും ദുആ ചെയ്യുന്നില്ല, നമ്മൾ ചെയ്യുന്നത് ഇസ്തിഗാസ മാത്രമാണ്. ഇസ്തിഗാസ തെറ്റല്ല, ഇസ്തിഗാസ അനുവദനീയമായിട്ടുള്ള കാര്യമാണ്. മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് മൂസാ നബി അലൈഹി ഇസ്ലാമിനെ ഖൗം ഇസ്തിഗാസ നടത്തിയിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നടത്തിയതായിട്ടുണ്ട്. ആ രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. എന്നാൽ ജീവിച്ചിരിക്കുന്ന ഒരാളോട് സഹായം ചോദിക്കുന്നത് പോലെയല്ല, മരിച്ചു കിടക്കുന്ന ഒരാളോട്, ഒരാളുടെ ഖബറിന്റെ അടുക്കൽ പോയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി അയാളോടോ പിന്നെ സഹായം തേടുക എന്നുള്ളത്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആയത്തുകളും ഹദീസുകളുമാണ് ഈ ബാബിൽ കൊടുത്തിട്ടുള്ളത്. ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കണം, ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ ദുആ തന്നെയാണ്, അതിലൊരു സംശയവുമില്ല, അത് തേട്ടം തന്നെയാണ്. വഖൗലിഹി തആല, സൂറത്ത് യൂനുസിലെ 106-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലാ തദ്ഉ മിൻ ദൂനില്ലാഹി മാ ലാ യൻഫഉക വലാ യദുറുക ഫഇൻ ഫഅൽത ഫഇന്നക ഇദൻ മിനൽ ളാലിമീൻ. വലാ തദ്ഉ മിൻ ദൂനില്ലാഹ്, അല്ലാഹു പറയുകയാണ്, നീ അല്ലാഹുവിന് പുറമെ ഒന്നിനെയും നീ വിളിച്ചു തേടരുത്. അള്ളാഹുവിന് പുറമെ ഒന്നിനോടും നീ ദുആ ചെയ്യരുത്. അള്ളാഹുവിനോട് മാത്രമാണ് ദുആ ചെയ്യേണ്ടത്. അള്ളാഹു അല്ലാത്ത ഒരു മഖ്ലൂഖിനോടും ദുആ ചെയ്യാൻ പാടില്ല. എന്നിട്ട് പറയാണ്, മാ ലാ യൻഫഉക വലാ യദുറുക, നിനക്കൊരു ഉപകാരവും ചെയ്യാത്ത, നിനക്കൊരു ഉപദ്രവവും ചെയ്യാത്ത. ഉപകാരം ചെയ്യാത്ത എന്ന് പറഞ്ഞാൽ നീ അവനെ ഇബാദത്ത് ചെയ്തുകൊണ്ട്, അള്ളാഹുവിന് പുറമേ ഉള്ള ഏതെങ്കിലും ഒരു ഇലാഹിനെ നീ ഇബാദത്ത് ചെയ്തതുകൊണ്ട് അവൻ നിനക്കൊരു ഉപകാരവും ചെയ്യുന്നില്ല. അതുപോലെ തന്നെ നീ അവനെ ഇബാദത്ത് ചെയ്തിട്ടില്ല എന്ന് നോക്കുക, അള്ളാഹുവിന് പുറമെ ഏതെങ്കിലും ഒന്നിനെ ഇബാദത്ത് ചെയ്തിട്ടില്ല എന്ന് നോക്കുക, എന്നാൽ നിനക്കൊരു ഉപദ്രവം ചെയ്യാൻ പോകുന്നില്ല. അങ്ങനെയുള്ള ഒരാളെയും അള്ളാഹുവിന് പുറമെ ഉപകാരമോ ഉപദ്രവമോ വരുത്താത്ത ഒന്നിനെയും നീ വിളിച്ചു തേടരുത് എന്ന് അല്ലാഹു തആല പറയാം. നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ വളരെ വ്യക്തമായിക്കൊണ്ട് എതിർക്കുകയാണ്, നിഷേധിക്കുകയാണ്. നിങ്ങൾ ചെയ്യരുത് എന്ന് പറയാം. അള്ളാഹു അല്ലാത്ത ഒന്നിനെയും വിളിച്ച് തേടരുത് എന്ന് പറയാം. നമ്മുടെ നാടുകളിൽ എത്ര മുസ്ലിമീങ്ങളാണ് മുഹ്യിദ്ദീൻ ഷേഖിനെയും ബദരീങ്ങളെയും അല്ലെങ്കിൽ ഏതെങ്കിലും ജാറത്തിലെ മമ്പുറമോ സിയം മടവൂരോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ജാറങ്ങളെയോ അവിടെ ഉള്ള ആളുകളെ വിളിച്ചു തേടുന്ന എത്രയോ മുസ്ലിം പേരുള്ള ആളുകളെ നമുക്ക് കാണാം. അവർ അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ കണ്ട ഖുർആനിൽ അല്ലാഹു തആല ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അവർ ചെയ്യുന്നത്. എന്നിട്ട് അവിടെ നിർത്തിയില്ല, അല്ലാഹു പറയാണ്, ഫഇൻ ഫഅൽത ഫഇന്നക ഇദൻ മിനൽ ളാലിമീൻ, നീ അങ്ങനെ ചെയ്താൽ നീ തീർച്ചയായിട്ടും ദുൽമു ചെയ്തവരിൽപ്പെട്ടവനാണ്, അക്രമികാരികളിൽപ്പെട്ടവനാണ്, അക്രമിയാണ് എന്ന് അല്ലാഹു തആല പറയുകയാണ്. ശിർക്കിനേക്കാൾ വലിയൊരു ദുൽമില്ല. എന്താണ് ദുൽമ എന്ന് പറഞ്ഞാൽ? ദുൽമ എന്ന് പറഞ്ഞാൽ വദ്ഉ ശൈഇ ഫി ഗൈരി മൗദിഇഹി,
ഒരു കാര്യം വെക്കേണ്ട സ്ഥാനത്തല്ലാതെ വെക്കുന്നതിനാണ് ദുൽമ് എന്ന് പറയുക. അപ്പോ ഇബാദത്തിന് ദുആഇന് ഏറ്റവും അർഹനായിട്ടുള്ളവൻ അള്ളാഹുവാണ്. അതിന് അള്ളാഹു അല്ലാതെ മറ്റൊരാൾക്ക് വകവെച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയൊരു ദുൽമില്ല, അതിനേക്കാൾ വലിയൊരു ദുൽമില്ല. അപ്പോ ഒരിക്കലും അള്ളാഹു അല്ലാതെ ഒന്നിനെയും ദുആ ചെയ്യരുത് എന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു തആല വിരോധിച്ചിരിക്കുന്നു. അടുത്തത് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് ഈ കിതാബിൽ കൊടുത്തിട്ടുള്ളത് സൂറത്ത് യൂനിസിലെ 107ാമത്തെ ആയത്താണ്. 106 കഴിഞ്ഞിട്ടുള്ള അടുത്ത ആയത്ത് തന്നെയാണ്. വഖൗലിഹി വയംസസ്കല്ലാഹു ബിദുർരിൻ ഫലാ കാശിഫ ലഹു ഇല്ലാ ഹു വയംസസ്കല്ലാഹു ബിദുർരിൻ, അല്ലാഹു നിനക്ക് എന്തെങ്കിലും ഒരു ദോഷം ബാധിപ്പിച്ചാൽ ഫലാ കാശിഫ ലഹു ഇല്ലാ ഹു, അത് ഒഴിവാക്കി തരാൻ അള്ളാഹു അല്ലാതെ ഒരാളും തന്നെയില്ല. എന്തെങ്കിലും ഒരു ദോഷം നിനക്ക് ബാധിക്കണമെന്ന് അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ട് എങ്കിൽ അത് ഒഴിവാക്കി തരാൻ അള്ളാഹുവിനല്ലാതെ മറ്റൊരാളെ കൊണ്ട് സാധിക്കില്ല. വഇൻ യുരിദ്ക ബിഖൈറിൻ ഫലാ റാദ്ദ ലിഫദ്ലിഹി, ഇനി അള്ളാഹു നിനക്ക് എന്തെങ്കിലും ഒരു ഖൈറാണ്, നന്മയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് എങ്കിൽ ആ നന്മയെ തടയാൻ, അതിനെ എതിർക്കാൻ, അതിനെ ഇല്ലാതാക്കാൻ ഒരാളും തന്നെയില്ല. യുസീബു ബിഹി മൻ യശാഉ മിൻ ഇബാദിഹി, അള്ളാഹു ഉദ്ദേശിക്കുന്നത് പോലെ അവന്റെ അടിമകൾക്ക് ഇത് എന്താണെന്ന് വെച്ചാൽ ബാധിപ്പിക്കുന്നു. ഖൈറായിരിക്കാം, ഷർറായിരിക്കാം. വഹുവൽ ഗഫൂറുർ റഹീം, അള്ളാഹു തആല അങ്ങേയറ്റം പാപം പൊറുക്കുന്നവനും അങ്ങേയറ്റം കാരുണ്യം ചൊരിയുന്നവനുമാണ്. ഈ ആയത്തൊന്ന് ചിന്തിച്ചു നോക്കി. ഇപ്പോ അള്ളാഹുവിന് പുറമെ ഇപ്പോ പല രീതിയിൽ അള്ളാഹുലേക്കുള്ള ഇടയാളന്മാരെന്ന് പറഞ്ഞുകൊണ്ടോ, സഹായികളാണെന്ന് പറഞ്ഞുകൊണ്ടോ, ശുപാർശകരാണെന്ന് പറഞ്ഞുകൊണ്ടോ, അല്ലെങ്കിൽ വലിയകളാണ്, അള്ളാഹുവിന്റെ വലിയകളാണെന്ന് പറഞ്ഞുകൊണ്ടോ ഇടനിലക്കാരെ വെക്കുന്ന ആളുകൾ, അവരൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യം, അള്ളാഹു സുബ്ഹാനഹു വ തആല, നമ്മൾ ആലോചിച്ച് നോക്കിയും, ഈ അള്ളാഹു അല്ലാതെ ശിർക്ക് ചെയ്യുന്ന ആളുകൾ അവരൊക്കെ പോകുന്നത് അവരുടെ ദുനിയവിയായ പ്രശ്നങ്ങൾക്ക് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ്. അവരുടെ കച്ചവടം, അവരുടെ ജോലി, മക്കളുടെ വിവാഹം, അവരുടെ വീട്, അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ആരെങ്കിലും അവർ ചെയ്ത പാപങ്ങളെ കുറിച്ച് ഓർത്ത് വിഷമിച്ച് അത് പുറത്തു കിട്ടാൻ വേണ്ടി പോകുന്നവരില്ല, ഇല്ലാന്ന് തന്നെ പറയാം. കാരണം അവർക്കൊക്കെ ഈ ജാറങ്ങളിൽ മറ്റും പോകുന്ന ആളുകൾക്കൊക്കെ ആവശ്യങ്ങളുള്ളത്, അവരുടെ ആവശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ദുന്യവിയായിട്ടുള്ള അവർക്ക് ഗുണങ്ങൾ നേടാനും അവരെ ബാധിക്കുന്ന രോഗമോ മറ്റു ദാരിദ്ര്യമോ അതുപോലുള്ള ദോഷങ്ങൾ നീങ്ങാനുമാണ്. ഇവിടെ അതിന്റെ എല്ലാം പൂർണ്ണമായ അധികാരം അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മാത്രമാണ് എന്ന് ഖുർആനിലെ ധാരാളം ആയത്തുകളിലൂടെ അല്ലാഹു ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ അധികാരം പൂർണ്ണമായുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രം ചോദിച്ചാൽ അതിനുള്ള പരിഹാരം നമുക്ക് ലഭിക്കുകയുള്ളൂ. നന്മ വരുത്താനോ തിന്മ തടയാനോ അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ഒരാളെ കൊണ്ട് സാധിക്കൂല. ഇത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് പല ആളുകളും ഈ അവസ്ഥയിലേക്ക് ശിർക്കിന്റെ കെണിയിൽ പോകുന്നത്. അതുകൊണ്ടാണ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ല ഈ ആയത്ത് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒരു നന്മ ബാധിച്ചാലോ അല്ലെങ്കിൽ തിന്മ ബാധിക്കുമ്പോഴോ അത് നീക്കം ചെയ്യാനോ അല്ലെങ്കിൽ നന്മ നൽകാനോ അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ഒരാൾക്കും സാധിക്കുകയില്ല. പിന്നെ അള്ളാഹു അല്ലാത്ത ആളുകളോട് പോയി തേടുന്നത് കൊണ്ട് എന്ത് ഗുണമാണുള്ളത്? അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചുകൊണ്ട് എന്ത് ഗുണമാണുള്ളത്? അള്ളാഹു മാത്രമാണ് ദുആ ചെയ്യപ്പെടാൻ അർഹനായിട്ടുള്ളത്. വഖൗലിഹി, അടുത്ത ആയത്ത് സൂറത്തുൽ അൻകബൂത്തിൽ 17ാമത്തെ ആയത്താണ്. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫബ്തഗു ഇൻദല്ലാഹി റിസ്ഖ വഅബ്ദൂഹു വഷ്കുറൂ ലഹു ഇലൈഹി തുർജഊൻ. ഫബ്തഗു ഇൻദല്ലാഹി അർറിസ്ഖ, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് നിങ്ങൾ റിസ്ഖിനെ തേടുക. ഫബ്തഗു എന്നതുകൊണ്ട് ഉദ്ദേശം ഉത്ലുബു, നിങ്ങൾ നിങ്ങളുടെ ഉപജീവനം അള്ളാഹുവിൽ നിന്ന് തേടുക, അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് തേടുക. വഅബ്ദൂഹു, അവനെ മാത്രം നിങ്ങൾ ഇബാദത്ത് ചെയ്യുകയും ചെയ്യുക. വഷ്കുറൂ ലഹു, അവന് നന്ദി കാണിക്കുകയും ചെയ്യുക. ഇലൈഹി തുർജഊൻ, അവനിലേക്കാണ് നിങ്ങൾ മടക്കപ്പെടുന്നത്. ഇതും നേരത്തെ പറഞ്ഞ അതേ ആശയത്തിൽ വരുന്ന ഒരായത്താണ്. കാരണം അള്ളാഹുവിനോടാണ് റിസ്ക് തേടേണ്ടത് എന്ന് പറഞ്ഞിട്ട് ഇബാദത്ത് ചെയ്യണം പറഞ്ഞു. ഇബാദത്തിൽ പെട്ട കാര്യമാണ് അള്ളാഹുവിനോട് റിസ്ക് തേടുക എന്നുള്ളത്. പക്ഷേ അത് പ്രത്യേകമായി പറഞ്ഞു എന്ന് മാത്രം. ഇവിടെ എന്തുകൊണ്ടാണ് റിസ്ക് അള്ളാഹുവിനോട് തേടുക, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക, അള്ളാഹുവിന് നന്ദി കാണിക്കുക എന്ന് പറഞ്ഞ ഈ ആയത്ത് ഈ ബാബിൽ കൊടുക്കാനുള്ള കാരണം ഇതന്നെയാണ്. അധിക ആളുകളും അള്ളാഹു അല്ലാത്ത മറ്റ് വസ്തുക്കളിലേക്ക്, ആളുകളിലേക്ക് ഇസ്ലാമിന്റെ അകത്ത് ശിർക്ക് കടന്നുകൂടിയിട്ടുള്ള ഒരു തരത്തിലുള്ള കാരണം അവരുടെ റിസ്ക് നേടാനാണ്, അവരുടെ റിസ്കിൽ ഭയപ്പെട്ടിട്ടാണ്, അവരുടെ അതുപോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ്.
അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നൽകാൻ കഴിയുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ജാറത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വിഗ്രഹത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കല്ലിലോ മരത്തിലോ അങ്ങനെ ഒന്നിനും തന്നെ എന്തിനു സാധിക്കൂല, നമുക്ക് ഉപജീവനം നൽകാൻ സാധിക്കൂല. അത് അള്ളാഹുവിന് മാത്രമാണ് സാധിക്കുകയുള്ളൂ. ആ അള്ളാഹുവിനോടല്ലാതെ മറ്റൊരാളോടും തന്നെ റിസ്ക് തേടാൻ പാടില്ല എന്ന് അറിയിക്കുകയാണ് ഇതിലൂടെ. അപ്പോൾ നമ്മൾ ദുആ ചെയ്യേണ്ടത് നമ്മുടെ റിസ്കിന്റെ വിഷയമാവട്ടെ എന്ത് വിഷയമാവട്ടെ നമ്മൾ ദുആ ചെയ്യേണ്ടത് അള്ളാഹുവിനോട് മാത്രമാണ്. വഖൗലിഹി, അടുത്ത ആയത്ത് സൂറത്തുൽ അഹ്ഖാഫിലെ 5-6 ആയത്തുകളാണ്. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമൻ അദല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹ് മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ. വമൻ അദല്ലു, ആരാണ് ഇവനേക്കാൾ വഴിപിഴച്ചവനുള്ളത്? ആരാണ് ഇനി പറയുന്ന ഒരുവനേക്കാൾ വഴിപിഴച്ചവനായിട്ടുള്ളത്? എന്താണ് അവന്റെ കാര്യം? മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹ്, അവനാകട്ടെ അള്ളാഹു അല്ലാതെ മറ്റുള്ളവരോട് ദുആ ചെയ്യുന്നു. അള്ളാഹുവിനെ ഒഴിവാക്കി മറ്റുള്ള വസ്തുക്കളോടോ വ്യക്തികളോടോ എല്ലാം ദുആ ചെയ്യുന്നു. മൻ ലാ യസ്തജീബു ലഹു, അവർ അവന് ഉത്തരം ചെയ്യാൻ പോകുന്നില്ല. അവൻ ആരോടാണോ അള്ളാഹുവിന് പുറമെ ദുആ ചെയ്യുന്നത്, ആരാണെങ്കിലും, നബിയാണെങ്കിലും മലക്കാണെങ്കിലും റസൂലാണെങ്കിലും വലിയാണെങ്കിലും സാലിഹായ വ്യക്തിയാണെങ്കിലും കല്ലാണെങ്കിലും മരമാണെങ്കിലും എന്താണെങ്കിലും, അന്ത്യനാൾ വരെ അഥവാ ലോകാവസാനം വരെ തേടിയാലും അവരിൽ നിന്നൊരു ഉത്തരം അവന് കിട്ടാൻ പോകുന്നില്ല. വഹും അൻ ദുആഹിം ഗാഫിലൂൻ, ഈ ദുആ ചെയ്യപ്പെടുന്നവർ ഇവന്റെ ദുആയിനെ തൊട്ട് അശ്രദ്ധരാണ് കാണും. ഉദാഹരണത്തിന് ഒരാൾ ജിബ്രീൽ അലൈഹിസ്സലാമിനെ വിളിച്ച് ദുആ ചെയ്യാന്ന് വിചാരിച്ചു. ജിബ്രീൽ അലൈഹിസ്സലാം ആ ദുആ കേൾക്കാൻ നിൽക്കുന്നുണ്ടോ? ആ ദുആ അറിയാൻ നിൽക്കുന്നുണ്ടോ? ഇല്ല. അത് ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ച് ദുആ ചെയ്യാന്ന് വിചാരിച്ചോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദുആ കേൾക്കുന്നുണ്ടോ? അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആനെ കുറിച്ച് അറിയുന്നുണ്ടോ? അല്ലെങ്കിൽ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ ജാറത്തിൽ കിടക്കുന്ന ഒരാളോട് പോയി ഒരാൾ ദുആ ചെയ്യാണെന്ന് വിചാരിക്കുക. അയാൾ ഈ ദുആ ചെയ്യുന്നവരെ പ്രാർത്ഥന കേൾക്കുന്നുണ്ടോ? ഇല്ല. അല്ലെങ്കിൽ ഒരു കല്ലിനോടോ മരത്തിനോടോ, ആ കല്ലോ മരമോ അവന്റെ പ്രാർത്ഥന കേൾക്കുന്നുണ്ടോ? ഇല്ല. അവരൊന്നും ഇതിനെക്കുറിച്ച് അശ്രദ്ധരാണ്. ഇതിനെക്കുറിച്ച് അവർ ശ്രദ്ധിക്കുന്നേ ഇല്ല. അവർക്കതൊന്നും അവർ അതിനെക്കുറിച്ച് അശ്രദ്ധരാണ്. ഇനി ഇവർ ഇബാദത്ത് ചെയ്യുന്നവർ സാലിഹ്യങ്ങളാണ്, ഞാൻ നബിയോടാണ് അല്ലെങ്കിൽ വലിയനോടാണ് മലക്കിനോടാണെന്ന് പറയുകയാണെങ്കിൽ അല്ലാഹു തആല തൊട്ടടുത്ത ആയത്തിൽ പറയാണ്, വൈദാ ഹുശിറന്നാസു, ജനങ്ങളെല്ലാം ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ആ സമയം, കാനൂ ലഹും അഅദാഅൻ വകാനൂ ബിഇബാദതിഹിം കാഫിരീൻ, ഇവർ ആരെയാണോ ആരാധിച്ചിരുന്നത് അവർ ഇവർക്ക് ശത്രുക്കളായി തീരും. അവർ ചെയ്ത ഇബാദത്തുകളെ നിഷേധിക്കുകയും ചെയ്യും. നാളെ പരലോകത്ത് ഇലാഹാക്കിയിട്ടുള്ള ഈ ആളുകൾ ഇലാഹാക്കിയിട്ടുള്ള എന്താണോ അവരെല്ലാം ഇവരെ നിഷേധിക്കും. പിശാച് പോലും ഇബ്ലീസ് പോലും ശൈത്താൻ ആരാധിക്കാൻ ക്ഷണിച്ചിട്ടുണ്ട് എന്നിരിക്കെ പിശാചിനെ ആരാധിച്ചിരുന്നവരെ എല്ലാ ഇബാദത്തിനെയും നിഷേധിച്ചുകൊണ്ട് പിശാച് അവരെ കൈവിടുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. അപ്പോ ബാക്കിയുള്ള ആളുകളോ? ഇപ്പോൾ ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ ഒരാൾ ആരാധിച്ചു വിചാരിക്കാം, മലക്കുകളോട് ചോദിച്ചാൽ മലക്കൾ അതിനെ നിഷേധിക്കും. അല്ലെങ്കിൽ നബിമാർ, ഇപ്പൊ ഈസാ നബി അലൈഹി ഇസ്ലാമിനോട് നാളെ പരലോകത്ത് ചോദിക്കുന്നുണ്ട്, നീയാണോ നിന്റെ ഉമ്മായെയും നിന്നെയും ഇബാദത്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ളത് എന്ന് ഈസാ നബി അലൈഹി ഇസ്ലാമിനോട് അള്ളാഹു ചോദിക്കുന്നുണ്ട്. ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ മറുപടി എന്താ? സുബ്ഹാനക്, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. നീ പരിശുദ്ധനാണ്, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. അവർ നിഷേധിക്കും. ആ അള്ളാഹുവിന് പുറമെ ഏതൊന്നിനെ ആരാധിച്ചാലും ആ ആരാധ്യന്മാർ എല്ലാം പരലോകത്ത് ഇവരെ നിഷേധിക്കുന്ന, ഇവർ ചെയ്ത ഇബാദത്തുകളെ നിഷേധിക്കുന്ന, ഇവരെ എതിർത്ത് നിൽക്കുന്ന ആളുകളായിട്ടാണ് പരലോകത്ത് മാറുക. എന്ത് വലിയ നഷ്ടമായിരിക്കും അള്ളാഹുവിന് പുറമെ മറ്റുള്ള വസ്തുക്കളെയും വ്യക്തികളെയും ആരാധിക്കുന്നവരുടെ അവസ്ഥ. കുറച്ചൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, അള്ളാഹുവിനോട് സഹായം തേടുക എന്നുള്ള ഒരു വഴി അവിടെ ഉണ്ട്. അതിനൊരു സംശയമില്ലായിരിക്കും. പിന്നെ എന്തിനാണ് ഈ സംശയമുള്ള മേഖലയായിട്ടുള്ള ഈ തരത്തിലുള്ള കാര്യങ്ങൾ, അത് ഇസ്തിഗാസ എന്നുള്ള പേരിട്ടിട്ടാവട്ടെ അതല്ലാത്ത വേറെ എന്ത് പേരിട്ടുണ്ടാവട്ടെ, എന്തിനാണ് ചെയ്യേണ്ട ആവശ്യം? ഒരു കാര്യവുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ നാളെ പരലോകത്ത് എല്ലാവരും ഒരുമിച്ച് കൂടുമ്പോൾ ഇവർ ആരാധിച്ചിരുന്ന ആരാധ്യന്മാർ ഇവരുടെ ഇബാദത്തുകളെ നിഷേധിക്കുന്നതാണ്. ഇവർ ഇവിടെ കിടന്ന് എത്ര ദുആ ചെയ്താലും അവർ അതിനെക്കുറിച്ച് അറിയാനോ കേൾക്കാനോ ഉത്തരം ചെയ്യാനോ പോകുന്നുമില്ല. അടുത്ത ആയത്ത് വഖൗലിഹി തആല, സൂറത്തു നംലിലെ 62-ാമത്തെ ആയത്താണ്. അല്ലാഹു തആല പറയാണ്,
അമ്മൻ യുജീബുൽ മുൽത്തറ ഇദാ ദഅാഹ് വയക്ഷിഫുസ് സൂഅ വയജ്അലുകും ഖുലഫാഅൽ അർദ് അഇലാഹും മഅല്ലാഹ് ഖലീലൻ മാ തദക്കറൂൻ. സൂറത്തു നംലിലെ ഈ 60, 61 മുതലുള്ള കുറച്ച് ആയത്തുകൾ മനോഹരമായിട്ടുള്ള ആയത്തുകളാണ്. ശിർക്ക് ചെയ്യുന്ന ആളുകൾക്ക് അവരെ നിരർത്ഥകത ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന, അള്ളാഹുവിന്റെ മഹത്വം അറിയിക്കുന്ന, ആവർത്തിച്ച് ആ അള്ളാഹുവിനോടൊപ്പം മറ്റൊരു ഇലാഹോ എന്ന് അള്ളാഹു ചോദിച്ചിട്ടുള്ള വളരെ അർത്ഥവത്തായിട്ടുള്ള ആയത്തുകളാണ്. അതിന്റെ ആശയമെല്ലാം മനസ്സിലാക്കി പാരായണം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഈമാനികമായിട്ടുള്ള ഒരു മാറ്റത്തിന് കാരണമാകും. സൂറത്തുൽ നംലിൽ 60, 61 മുതലുള്ള ഒരു 9, 10 ആയത്തുകൾ. അതിൽ 62ാമത്തെ ആയത്താണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിൽ അല്ലാഹു തആല ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അമ്മൻ യുജീബുൽ മുൽത്തറ ഇദാ ദഅാഹു. മുൽത്തർ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം ഞെരുക്കം അനുഭവിക്കുന്ന, ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, കഷ്ടപ്പാട് അനുഭവിക്കുന്ന ഒരാൾ. അവൻ വിളിച്ചു തേടിയാൽ, അവൻ ദുആ ചെയ്താൽ ഉത്തരം ചെയ്യുന്നവൻ അവൻ അല്ലാഹുവാണ്. വയക്ഷിഫുസ് സൂഅ, ആർക്കാണോ ദോഷം ബാധിക്കുന്നത് ആ ദോഷം ബാധിച്ചവൻ, ഞെരുക്കം ബാധിച്ചവൻ അള്ളാഹുവിനോട് തേടിയാൽ ആ ദോഷത്തെ നീക്കിക്കൊടുക്കുന്നവൻ അവൻ അള്ളാഹുവാണ്. വയജ്അലുകും ഖുലഫാഅൽ അർദ്, ഭൂമിയിൽ നിങ്ങളെ ഖലീഫമാരാക്കിയത് അവനാണ്. ഒരു തലമുറയ്ക്ക് ശേഷം അടുത്ത തലമുറകളായി ഒരു ഉത്തരവാദിത്വത്തോടു കൂടി വലിയൊരു ബാധ്യത നിറവേറ്റാൻ വേണ്ടി ഓരോ ഘട്ടത്തിൽ ആവർത്തിച്ച് അനന്തരമായി വരുന്ന ഒരു അവസ്ഥയിൽ നിങ്ങളെ ഈ ഭൂമിയിലേക്ക് നിയോഗിച്ചത് അവനാണ്, അള്ളാഹുവാണ്. ഞെരുക്കം അനുഭവിക്കുന്നവരെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യുന്നവൻ, അവന് ബാധിച്ച ബുദ്ധിമുട്ട് നീക്കം ചെയ്യുന്നവൻ, നിങ്ങളെ ഇവിടെ തലമുറകളായി സൃഷ്ടിച്ചിട്ടുള്ളവൻ. എന്നിട്ട് അള്ളാഹു ചോദിക്കുകയാണ്, അഇലാഹും മഅല്ലാഹ്, ആ അള്ളാഹുവിനോടൊപ്പം മറ്റൊരു ഇലാഹോ? ആ അള്ളാഹുവിനോടൊപ്പം വിളിച്ചു തേടാൻ, ആ അള്ളാഹുവിനോടൊപ്പം സഹായം തേടാൻ മറ്റൊരു ഇലാഹ് എങ്ങനെയാണ് ഉണ്ടാവുക? ഖലീലൻ മാ തദക്കറൂൻ, നിങ്ങൾ വളരെ കുറച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ, മനസ്സിലാക്കുന്നുള്ളൂ എന്ന് അല്ലാഹു തആല പറയുകയാണ്. അപ്പൊ ഈ ആയത്തിൽ പറഞ്ഞു നോക്കൂ, ഞെരുക്കം അനുഭവിച്ച ആളുകൾക്ക് ഉത്തരം ചെയ്യാൻ, അവരുടെ ദുആ കേൾക്കാൻ, ഉത്തരം ചെയ്യാൻ അല്ലാഹു അല്ലാതെ വേറൊരാളുമില്ല. അവരുടെ ഞെരുക്കം നീക്കിക്കൊടുക്കാൻ അല്ലാഹു അല്ലാതെ വേറെ ഇലാഹില്ല. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏത് സന്ദർഭത്തിലും തേടാവുന്ന, ഏത് സന്ദർഭത്തിലും സംശയമില്ലാതെ ദുആ ചെയ്യാവുന്ന, മരണമില്ലാത്ത, എന്നെന്നും ജീവിക്കുന്ന, എല്ലാ പ്രാർത്ഥനകളും കേൾക്കുന്ന, സമീആയിട്ടുള്ള, എല്ലാവരുടെയും പ്രശ്നങ്ങൾ കാണുന്ന, ബസീറായിട്ടുള്ള, ഏതൊരു പ്രശ്നവും ദൂരീകരിക്കാൻ സാധിക്കുന്ന കഴിവുള്ള ഏകനായ അള്ളാഹുവിനോട് മാത്രം ദുആ ചെയ്താൽ പോരെ. എന്തിനാ വേറെ ആളുകൾ? ഒരാവശ്യമില്ല. തൗഹീദിന്റെയും അള്ളാഹുവിനോട് മാത്രം ദുആ ചെയ്യുക എന്നുള്ളതിലും പ്രാധാന്യം നമുക്ക് ഇതിൽ മനസ്സിലാക്കാം. ഇത്രയും അള്ളാഹു തആല ഓർമ്മപ്പെടുത്തിയിട്ടും അള്ളാഹു അല്ലാതെ മറ്റൊരാളോട് ദുആ ചെയ്യുന്ന, മറ്റൊരാളോട് സഹായം തേടുന്ന ആളുകളുടെ അവസ്ഥ എത്രത്തോളം നിരർത്ഥകമായിരിക്കും. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, തൗഹീദിന്റെ ഒരു ഫദ്ലും ശിർക്ക് എത്രത്തോളം വലിയ ദുൽമാണ് എന്നും നമ്മൾ ചിന്തിക്കണം. അള്ളാഹുവിനോടല്ലാതെ മറ്റൊരാളോടും ദുആ ചെയ്യാൻ പാടില്ല. ഈ ബാബിൽ കൊടുത്തിട്ടുള്ള ഒരു ഹദീസാണ് അടുത്തത്. വറവാ അത്ത്-തബ്റാനിയു ബിഇസ്നാദിഹി അന്നഹു കാന ഫീ സമനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുനാഫിഖുൻ യുഅദി അൽ മുഅ്മിനീൻ. തബ്റാനി ഉദ്ധരിക്കുന്ന ഒരു റിവായത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരുന്ന കാലത്തിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് ഒരു മുനാഫിഖ് ഉണ്ടായിരുന്നു. മുഅ്മിനീങ്ങളെ പല രീതിയിൽ ഉപദ്രവിച്ചിരുന്ന, ബുദ്ധിമുട്ടിച്ചിരുന്ന ഒരു വ്യക്തി. നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനത്തെത്തി, ആളുകൾ ഒരുപാട് പേർ ഇസ്ലാമിലേക്ക് വന്നു. ആ കൂട്ടത്തിൽ ഉള്ളിൽ കുഫ്ർ വെച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് വരികയല്ലാതെ ആ മദീനത്ത് ജീവിക്കാൻ വേറെ വഴിയില്ല എന്ന് മനസ്സിലാക്കി ഉള്ളിൽ വ്യക്തമായ കുഫ്റോടുകൂടി ബാഹ്യമായി കൊണ്ട് ഇസ്ലാം അഭിനയിച്ച ആളുകൾ ഉണ്ടായിരുന്നു. അവരാണ് മുനാഫിഖീങ്ങൾ. അവർ യഥാർത്ഥത്തിൽ കാഫിറുകൾ തന്നെയാണ്. ഉള്ളിൽ വ്യക്തമായ കുഫറാണ്, ബാഹ്യമായി ഇസ്ലാം അഭിനയിച്ചു എന്ന് മാത്രം. അതിൽപ്പെട്ട ഒരു മുനാഫിഖ് മുഅ്മിനീങ്ങളെ പല രീതിയിൽ ഉപദ്രവിച്ചിരുന്നു. സംസാരം കൊണ്ടാവട്ടെ, പ്രവർത്തനങ്ങൾ കൊണ്ടാവട്ടെ ഉപദ്രവിച്ചിരുന്നു. ഫഖാല ബഅ്ദുഹും, അങ്ങനെ സഹാബികൾ ചിലർ, മുഅ്മിനീങ്ങൾ ചിലർ പറഞ്ഞു, ഖൂമു ബിനാ നസ്തഗീസു ബിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ഹാദൽ മുനാഫിഖ്. നമുക്ക് പോകാം, നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് രക്ഷ തേടാം, സഹായം തേടാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹായം ചോദിക്കാം. എന്തിന്? ഈ മുനാഫിഖിൽ നിന്ന് രക്ഷ ലഭിക്കാൻ സഹായം ചോദിക്കാം എന്ന് പറഞ്ഞു.
ഇത് കേട്ടപ്പോൾ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്ന് അറിയിച്ചപ്പോൾ ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇന്നഹു ലാ യുസ്തഗാസു ബി, എന്നെ കൊണ്ടല്ല ഇസ്തിഗാസ ചെയ്യപ്പെടേണ്ടത്, സഹായം ചോദിക്കപ്പെടേണ്ടത്. വ ഇന്നമാ യുസ്തഗാസു ബില്ലാഹ്, അള്ളാഹുവിനോടാണ്, അള്ളാഹുവിനെ കൊണ്ടാണ് സഹായം ചോദിക്കപ്പെടേണ്ടത് എന്ന് പറഞ്ഞു. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സാധിക്കുന്ന ഒരു കാര്യമാണ് അവിടെ മുഅ്മിനീങ്ങളെ ഉപദ്രവിക്കുന്ന മുനാഫിഖായിട്ടുള്ള ആ വ്യക്തിയെ ഏതെങ്കിലും തരത്തിൽ അദബ് പഠിപ്പിക്കാൻ, അതിനെ നിർത്തലാക്കാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ശിക്ഷാ നടപടികൾ സ്വീകരിക്കാൻ, അവർ ചോദിച്ച സഹായം നിറവേറ്റി കൊടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കഴിയുന്ന ഒരു കാര്യമാണ്. പക്ഷെ എന്നിട്ട് പോലും ഈ തൗഹീദിന്റെ പൂർണ്ണതയെ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി, തൗഹീദിന്റെ ഫദ്ലിനെ പഠിപ്പിച്ചു കൊടുക്കുക, ഒരിക്കലും അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചേ ശിർക്കല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന സമയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതിന് കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നത് തെറ്റല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് ചെയ്തു കൊടുക്കാനും കഴിയും. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളുടെ ഖൽബിൽ ഏതൊരു സന്ദർഭത്തിലും അള്ളാഹുവിനോട് സഹായം ചോദിക്കുന്ന, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകണം, അള്ളാഹുവിനോട് മാത്രമാണ് തേടേണ്ടത് എന്ന് പഠിപ്പിച്ചു കൊടുക്കാനും, ഷിർക്കിന്റെ ചെറിയ ഒരു മാർഗത്തിലേക്ക് പോലും തെറ്റാതെ ഒരു തെറ്റിലേക്ക് പോകുന്നതിനെ തടയിടാനും വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വഹാബികളോട് പറയാണ് ഇന്നഹു ലാ യുസ്തഗാസു ബി, എന്നെ കൊണ്ടല്ല സഹായം തേടേണ്ടത്, വ ഇന്നമാ യുസ്തഗാസു ബില്ലാഹ്, അള്ളാഹുവിനെ കൊണ്ടാണ് സഹായം തേടേണ്ടത്. അപ്പൊ നോക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണ് സ്വഹാബികളിൽ തൗഹീദിനെ സംരക്ഷിച്ചിട്ടുള്ളത്. ചെറിയൊരു രീതിയിൽ പോലും ഷിർക്കിന്റെ ഒരു ഭാഗത്തോടു കൂടി പോകുന്ന അവസ്ഥയിൽ പോലും എത്താതിരിക്കാൻ, അവരെ ആ ഒരു അദബ് പഠിപ്പിക്കാൻ, അള്ളാഹുവിനോടുള്ള ബാധ്യതകൾ എന്താണെന്ന് ഓർമ്മിപ്പിക്കാൻ, എങ്ങനെയാണ് അള്ളാഹുവിനോട് തേടേണ്ടത്, അള്ളാഹുവിനോട് എങ്ങനെയായിരിക്കണം എന്ന് ഓർമ്മിപ്പിക്കാൻ ആ സ്വഹാബികളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. ഇന്ന കാലത്ത് അള്ളാഹു അല്ലാത്തവരോട് ഇസ്തിഗാസ നടത്താൻ എങ്ങനെ തെളിവ് കണ്ടുപിടിക്കാം എന്നുള്ളതിന്റെ പേരിലാണ് ആളുകൾ മത്സരിക്കുന്നത്. ഇവിടെ അനുവദിക്കപ്പെട്ടൊരു കാര്യം പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനോട് മാത്രം ചോദിക്കുന്ന അവസ്ഥയിലേക്ക് നീക്കി കൊടുക്കുകയാണ്. അതായത് അനുവദനീയമായ ഒരു കാര്യത്തിൽ പോലും അതിനേക്കാൾ അഫ്ളലായിട്ടുള്ള അള്ളാഹുവിലേക്ക് മാത്രം ചേർത്ത് പഠിപ്പിക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശ്രമിച്ചത്. എന്നാൽ ഇസ്ലാമിന്റെ അടിസ്ഥാനവുമായിട്ട് എതിരായിട്ടുള്ള ഷിർക്കിന്റെ വശത്തിലേക്ക് എങ്ങനെ അതിന് കള്ള തെളിവുകൾ ഉണ്ടാക്കാം എന്നുള്ള ചർച്ചയിലാണ് നാട്ടിലെ ഒരു ബഹുഭൂരിഭാഗം വരുന്ന പുരോഹിതന്മാരും പണ്ഡിതന്മാരും നമ്മുടെ നാടുകളിൽ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഹദീസെല്ലാം നമ്മൾ ശരിക്കും ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളിൽ എന്തുണ്ടാക്കിയിട്ടുള്ളത്, ആ ഈമാനിനെയും തൗഹീദിനെയും ഉറപ്പിച്ചിട്ടുള്ളത്. അത്രത്തോളം മഹത്തരമായിട്ടുള്ള രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് സ്വഹാബികൾ പഠിച്ചിട്ടുള്ളതും. ഒരു സംഭവം കാണാം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു ബന്ദിയെ കൊണ്ടുവന്നിട്ട് ആ ബന്ദിയോട് എന്തോ ഒരു പാപം ചെയ്തിട്ടോ അല്ലെങ്കിൽ ശിക്ഷ അനുഭവിക്കുന്ന ഒരു അവസ്ഥയിൽ ഒരാൾ കൊണ്ടുവന്നു. അങ്ങനെ തൗബ ചെയ്ത് മടങ്ങാൻ എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്ന് തൗബ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ആ വ്യക്തി പറഞ്ഞു, ഞാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമേക്കല്ല അള്ളാഹുലേക്കാണ് തൗബ ചെയ്ത് മടങ്ങുക എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്കുണ്ട്, അവന് ആർക്കാണോ അവകാശം കൊടുക്കേണ്ടത് അത് അവനറിയാം എന്ന് പറഞ്ഞു. അള്ളാഹുവിനാണ് തൗബ ചെയ്ത് മടങ്ങേണ്ടത്, ആ അവകാശം അവനറിയാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തിയ ഒരു സംഭവം കാണാൻ സാധിക്കും. അതിന്റെ സനദിൽ ചില പ്രശ്നങ്ങൾ പറയാറുണ്ടെങ്കിലും അതൊരു ഗുണപാഠമായിട്ട് ഉലമാക്കൾ ഉദ്ധരിക്കാറുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഈ ഒരു ഹദീസിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത്രത്തോളം അത് അനുവദനീയമായ ഒരു കാര്യമായിരുന്നിട്ട് കൂടി അതിൽ പോലും അള്ളാഹുവിനോടാണ് നിങ്ങൾ സഹായം തേടേണ്ടത് എന്ന് ആ സ്വഹാബികളെ പഠിപ്പിക്കുകയുണ്ടായി. അത് ആ വാക്ക് അവർ പറഞ്ഞ വാക്ക് എന്താ, ഖൂമു ബിനാ നസ്തഗീസു ബിറസൂലില്ലാഹ്, അള്ളാഹുവിന്റെ റസൂലിനെ കൊണ്ട് നമുക്ക് സഹായം തേടാം എന്ന് പറഞ്ഞ ആ വാക്ക് കാരണത്താൽ അതിനെ മാറ്റിക്കൊണ്ട് അള്ളാഹുവിനെ കൊണ്ട് മാത്രമാണ് നിങ്ങൾ സഹായം തേടേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയായിരുന്നു. ഈ ബാബിലെ ആയത്തുകളും ഹദീസുകളും അവസാനിച്ചു. ഇനി ഇൻഷാ അല്ലാഹ് ഇമാം സഅദി റഹിമഹുല്ലാഹ് ഈ കഴിഞ്ഞ 3 ബാബുകൾക്കും
ഷർഹ് കൊടുത്തിട്ടുള്ളത്. അത് നമുക്ക് വായിക്കാം. ഇമാം സഅദി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ കിതാബു തൗഹീദിന്റെ ഷർഹായിട്ടുള്ള അൽ ഖൗലു സദീദ് എന്നുള്ള കിതാബിൽ പറയുന്നു, ബാബു മിനശ്ശിർക്ക് അന്നദറു ലിഗൈരില്ലാ, ബാബു മിനശ്ശിർക്ക് അലിസ്തിഗാസതു ബിഗൈരില്ലാ, ബാബു മിനശ്ശിർക്ക് അയസ്തഗീസ ബിഗൈരില്ലാ ഔ യദ്ഉ ഗൈറഹു. നമ്മൾ വായിച്ച 3 ബാബ്, ആ ബാബുമായി ബന്ധപ്പെട്ട് ഇമാം സഅദി റഹിമഹുല്ലാ പറയാണ്, മതാ ഫഹിംത അദ്വാബിത അസ്സാബിഖ ഫി ഹദ്ദി അശ്ശിർക്കിൽ അക്ബർ. ഇത് കഴിഞ്ഞ തൊട്ട് മുമ്പുള്ള ആ ഒരു ഷർഹിന്റെ തുടർച്ചയായിക്കൊണ്ടാണ് പറയുന്നത്. നിനക്ക് മനസ്സിലായി കഴിഞ്ഞാൽ എന്താണ് ഷിർക്കുൻ അക്ബർ, എന്താണ് ഷിർക്കുൻ അസ്ഗർ, ഒരു കാര്യം ഷിർക്കുൻ അക്ബർ ആവണമെങ്കിൽ അതിനുള്ള പരിധി എന്താണ് എന്ന് നിനക്ക് മനസ്സിലായി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. കഴിഞ്ഞ ദർസിൽ ഇരുന്ന ആളുകൾക്ക്, ഓർമ്മയുള്ള ആളുകൾക്ക് മനസ്സിലാവും, ഷിർക്കുൻ അക്ബറിന് പറഞ്ഞൊരു ഹദ് ഉണ്ടായിരുന്നു, ഷിർക്കുൻ അസ്ഗറിന് പറഞ്ഞ ഒരു ഹദ് ഉണ്ടായിരുന്നു. അപ്പോൾ ഷിർക്കുൻ അക്ബർ ആകണമെങ്കിൽ, ഉദാഹരണം പറഞ്ഞാൽ അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട ഒരു കാര്യം വേറൊരാൾക്ക് നീട്ടിക്കൊടുത്താൽ, ചുരുക്കി പറഞ്ഞാൽ അത് നീ മനസ്സിലാക്കി കഴിഞ്ഞാൽ അദ്ദേഹം വിശദീകരിക്കേണ്ടത്, വഹുവ അന്ന മൻ സറഫ ശൈഅൻ മിനൽ ഇബാദത്തി ലിഗൈരില്ലാഹ് ഫഹുവ മുശ്രിക്കുൻ. അള്ളാഹുവിനുള്ള ഇബാദത്തിൽ ഏതെങ്കിലും ഒന്നിനെ മറ്റാർക്കെങ്കിലും ഒരാൾ തിരിച്ചാൽ ഫഹുവ മുശ്രിക്കുൻ, അവൻ മുശ്രിക്കാണ്. ഫഹിംത, അപ്പോൾ നിനക്ക് മനസ്സിലാകും, ഹാദിഹിൽ അബ്വാബ് الثلاثه التي وال المصنف بينها. അപ്പോൾ കഴിഞ്ഞ ഇതിനെ തുടർന്നുകൊണ്ട് മുസന്നിഫ് റഹിമഹുല്ലാ കൊടുത്തിട്ടുള്ള ഈ 3 തുടർച്ചയായി കൊടുത്തിട്ടുള്ള ഈ 3 ബാബുകളുടെ ഉദ്ദേശം നിനക്ക് മനസ്സിലാവും. ഇതിൽ പറഞ്ഞ 3 കാര്യങ്ങൾ: 1 നദർ, നേർച്ച നേരൽ; 2 ഇസ്തിആദ, രക്ഷ തേടൽ; 3 ഇസ്തിഗാസ അല്ലെങ്കിൽ ദുആ, സഹായം തേടൽ അല്ലെങ്കിൽ പ്രാർത്ഥന എന്നുള്ളത്. ഫഇന്ന നദറ, തീർച്ചയായിട്ടും നേർച്ച എന്ന് പറഞ്ഞാൽ ഇബാദത്തുൻ മദ്ഹല്ലാഹു അൽമൂഫീന ബിഹി, ഇബാദത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നേർച്ച നിറവേറ്റുന്നവരെ അല്ലാഹു തആല പ്രശംസിച്ചിട്ടുണ്ട്, മദ്ഹ് ചെയ്തിട്ടുണ്ട്. വഅമറ ബിൽ വഫാഇ, വഅമറ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽ വഫാഇ ബിന്നദ്രി ത്വാഅ, ആരെങ്കിലും അല്ലാഹുവിനെ അനുസരിക്കാൻ നേർച്ച നേർന്നാൽ അത് പൂർത്തീകരിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിക്കുകയും ചെയ്തു. എന്നിട്ട് പറയാണ്, വകുല്ലു അംരിൻ മദ്ഹഹു അശ്ശാരി' ഔ അസ്നാ അലാ മൻ ഖാമ ബിഹി ഔ അമറ ബിഹി ഹുവ ഇബാദത്തുൻ. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഏതൊരു കൽപ്പന ശാരി' അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രശംസിച്ചിട്ടുള്ള ഏതൊരു കൽപ്പനയാകട്ടെ, അല്ലെങ്കിൽ പുകഴ്ത്തിയിട്ടുള്ള ഒരു കാര്യമാവട്ടെ, നിർവഹിക്കുന്ന ആളുകളെ, അല്ലെങ്കിൽ ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാവട്ടെ, അത് ഇബാദത്താണ്. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടുള്ള, അത് ചെയ്തവനെ പ്രശംസിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യമുണ്ട് എങ്കിൽ അത് ഇബാദത്താണ്. ഫൈനൽ ഇബാദത്ത, തീർച്ചയായിട്ടും ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ഇസ്മുൻ ജാമിഉൻ ലികുല്ലി മാ യുഹിബ്ബുഹു അല്ലാഹു വയർളാഹ് മിനൽ അഖ്വാലി വൽ അഅമാൽ അദ്ദാഹിറ വന്നദ്ർ മിൻ ദാലിക്. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന, തൃപ്തിപ്പെടുന്ന എല്ലാ വാക്കും പ്രവർത്തനങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു വാക്കാണ്. അതിൽപ്പെട്ടതാണ് അന്നദർ, നേർച്ച നേരുക എന്നുള്ളത്. അപ്പൊ നേർച്ച ഇബാദത്താണ്, അത് അല്ലാഹു അല്ലാത്ത മറ്റൊരാൾക്ക് ചെയ്താൽ ശിർക്കുമാണ്. വകദാലിക, അതുപോലെ തന്നെ അമറ അല്ലാഹു ബിൽ ഇസ്തിആദതി ബിഹി വഹ്ദഹു, അല്ലാഹു കൽപ്പിച്ചു അല്ലാഹുവിനെ കൊണ്ട് മാത്രമേ രക്ഷ തേടാൻ പാടുകയുള്ളൂ. മിന ശുറൂരി കുല്ലിഹ, എല്ലാവിധ ഷർറിൽ നിന്നും അല്ലാഹുവിനെ കൊണ്ട് മാത്രമേ രക്ഷ തേടാൻ പാടുകയുള്ളൂ. വബിൽ ഇസ്തിഗാസതി ബിഹി, അതുപോലെ തന്നെ അല്ലാഹുവിനെ കൊണ്ട് ഇസ്തിഗാസ, സഹായം തേടുന്നതും. ഫി കുല്ലി ശിദ്ദത്തിൻ വമശഖ, എല്ലാവിധ ഞെരുക്കത്തിൽ നിന്നും. ഫഹാദിഹി ഇഖ്ലാസുഹാ ലില്ലാഹ് ഈമാനും വതൗഹീദുൻ, ഈ പറഞ്ഞ നദറാവട്ടെ, ഇസ്തിആദയാവട്ടെ, ഇസ്തിഗാസയാവട്ടെ, അത് അല്ലാഹുവിന് നിഷ്കളങ്കമായി ചെയ്യേണ്ട കാര്യമാണ്, ഈമാനാണ്, തൗഹീദാണ്. വസർഫുഹാ ലിഗൈരില്ലാഹ് ശിർക്കുൻ വതൻദീദുൻ, ഇത് അല്ലാഹു അല്ലാത്ത മറ്റാർക്കെങ്കിലും തിരിക്കുക എന്നുള്ളത് ഷിർക്കാണ്, അല്ലാഹുവിൽ പങ്കു ചേർക്കലാണ്. വതൻദീദ്, അല്ലാഹുവിന് പകരക്കാരെ ഉണ്ടാക്കലാണ്. എന്നിട്ട് പറയാണ്, വൽ ഫർഖു ബൈന ദുആഇ വൽ ഇസ്തിഗാസ, ദുആവും ഇസ്തിഗാസയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ അന്ന ദുആ ആമുൻ ഫീ കുല്ലി അഹ്വാൽ, ദുആ എന്ന് പറഞ്ഞാൽ പൊതുവായിട്ടുള്ളൊരു വാക്കാണ്. ഒരാൾ ഏത് അവസ്ഥയിൽ തേടുന്ന, അവൻ നല്ല സൗഖ്യത്തിലാവട്ടെ, ഞെരുക്കത്തിലാവട്ടെ, ആരോഗ്യത്തിലാവട്ടെ, രോഗബാധിതനാവട്ടെ, സമ്പന്നതയിലാവട്ടെ, ദാരിദ്ര്യത്തിലാവട്ടെ, എപ്പോൾ തേടുന്ന തേട്ടവും എന്താണ്? ദുആ ആണ്, പൊതുവായിട്ടുള്ളൊരു വാക്കാണ്. വലിസ്തിഗാസതു, എന്നാൽ ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ ഹിയ ദുആഉ ലില്ലാഹ് ഫി ഹാലത്തി ശദായിദ്, ഞെരുക്കത്തിന്റെ അവസ്ഥയിൽ
അവൻ ഞെരുക്കത്തിന്റെ ഒരു അവസ്ഥയിൽ അള്ളാഹുവിനോട് തേടുന്ന ദുആഇനാണ് ഇസ്തിഗാസ എന്ന് പറയുന്നത്. വഖുല്ലു ദാലിക യതഅയ്യനു ഇഖ്ലാസുഹു ലില്ലാഹി വഹ്ദഹു. ഈ കാര്യങ്ങളെല്ലാം ദുആ ആവട്ടെ ഇസ്തിഗാസ ആവട്ടെ അത് അള്ളാഹുവിനോട് ഇഖ്ലാസോട് കൂടി ചെയ്യേണ്ട, പ്രത്യേകമായി ചെയ്യേണ്ട കാര്യമാണ്. വഹുവൽ മുജീബു ലിദുആഇദ് ദാഈൻ. അള്ളാഹു മാത്രമാണ് ദുആ ചെയ്യുന്നവരുടെ ദുആഇന് ഉത്തരം ചെയ്യുന്നവൻ. അൽ മുഫർരിജ് ലി ഖുർബാത്തിൽ മക്രൂബീൻ. ഞെരുക്കം അനുഭവിക്കുന്നവരെ ഞെരുക്കത്തിൽ നിന്ന് തുറവി നൽകുന്നവൻ അള്ളാഹു മാത്രമാണ്. വമൻ ദഅ ഗൈറഹു മിൻ നബിയ്യിൻ ഔ മലക്കിൻ ഔ വലിയ്യിൻ ഔ ഗൈരിഹിം. ആരെങ്കിലും അള്ളാഹുവിന് പുറമെ ഷെയ്ഖ് സഅദി റഹിമഹുല്ലാഹ് പറയാണ്, വമൻ ദഅ ഗൈറഹു മിൻ നബിയ്യിൻ ഔ മലക്കിൻ ഔ വലിയ്യിൻ ഔ ഗൈരിഹിം. ആരെങ്കിലും അള്ളാഹുവിന് പുറമെ നബിയെയോ മലക്കിനെയോ വലിയനെയോ അതല്ലെങ്കിൽ മറ്റാരെയെങ്കിലുമോ വിളിച്ചു തേടുകയാണ്. ഔ ഇസ്തിഗാസ ബിഗൈരില്ലാഹി. അല്ലെങ്കിൽ അള്ളാഹു അല്ലാത്ത വേറെ ആരോടെങ്കിലും ഇസ്തിഗാസ നടത്തുകയാണ്. ഫീമാ ലാ യഖ്ദിറു അലൈഹി ഇല്ലല്ലാഹ്. അള്ളാഹുവിന് മാത്രം കഴിയുന്ന ഒരു വിഷയത്തിൽ, അള്ളാഹുവിന് മാത്രം കഴിയുന്ന ഒരു വിഷയത്തിൽ അള്ളാഹുവിന് പുറമെ വേറെ ഒരാളോട്, അത് നബിയോ മലക്കോ വലിയോ സ്വാലിഹോ ആരുമാവട്ടെ, അയാളോട് ദുആ ചെയ്യുകയോ സഹായം തേടുകയോ ഒരാൾ ചെയ്യുകയാണെങ്കിൽ ഫഹുവ മുശ്രിക്കുൻ കാഫിറുൻ. അവൻ മുശ്രിക്കാണ്, കാഫിറാണ്. വകമാ അന്നഹു ഖറജ മിനദ്ദീൻ. അവൻ ദീനിൽ നിന്ന് അതോടുകൂടി പുറത്തായതുപോലെ തന്നെ ഫഖദ് തജറദ അയ്ദൻ മിനൽ അഖൽ. ബുദ്ധി കൊണ്ട് ആലോചിച്ചാലും മനസ്സിലാക്കാൻ സാധിക്കും. അഥവാ അള്ളാഹുവിന് പുറമെ ആരാധിക്കുക എന്നുള്ളത് അതൊരു നിരർത്ഥകമായിട്ടുള്ള കാര്യമാണ്. അഥവാ അള്ളാഹു അല്ലാതെ ഒരു കല്ലിനോടോ വൃക്ഷത്തിനോടോ ജാറത്തിനോടോ പോയി പ്രാർത്ഥിക്കുക എന്നുള്ളത് അതൊരു കഥയുമില്ലാത്ത കാര്യമാണെന്നത് ഒരു ബുദ്ധിയുള്ള മനുഷ്യനെ മനസ്സിലാവും. പറയാണ്, ഫഇന്ന അഹദ മിനൽ ഖൽഖി ലൈസ ഇൻദഹു മിനൻ നഫ്ഇ വദ്ദഫഇ മിസ്ഖാല ദർറത്തിൻ ലാ അൻ നഫ്സിഹി വലാ അൻ ഗൈരിഹി. ഒരു സൃഷ്ടിയുടെ അടുക്കലും ഒരു അണുമണി തൂക്കം അവന് സ്വന്തത്തിലോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ ഒരു ഉപകാരം വരുത്താനോ ഉപദ്രവം വരുത്താനോ ഒരു സൃഷ്ടിക്കും കഴിയില്ല. അവന് സ്വന്തത്തിലാണെങ്കിലും ശരി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലാണെങ്കിലും ഈ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായിക്കൊണ്ട് ഒരു ഉപകാരം വരുത്താനോ ഒരു ഉപദ്രവം വരുത്താനോ ആർക്കും ഒരു സൃഷ്ടിക്കും സാധിക്കില്ല. ബൽ അൽ കുല്ലു ഫുഖറാഉ ഇലല്ലാഹ് ഫി കുല്ലി ശുഊനിഹിം. സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സൃഷ്ടികളും അവരുടെ എല്ലാ കാര്യങ്ങൾക്കും അള്ളാഹുലേക്ക് ആവശ്യക്കാരനാണ്. അള്ളാഹുലേക്ക് ദരിദ്രരായിട്ടുള്ള ആവശ്യക്കാരാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെ അടുക്കൽ പോയിട്ട് ദുആ ചെയ്യുക, പ്രാർത്ഥിക്കുക, സഹായം തേടുക എന്നുള്ളത് എത്രത്തോളം നിരർത്ഥകമായിട്ടുള്ള കാര്യമാണ്. കുറച്ച് ബുദ്ധിനെ ഇതിനെ മനസ്സിലാവും. അതുകൊണ്ടാണ് ശിർക്ക് ചെയ്യുന്ന ആളുകളാണ് ഏറ്റവും വലിയ ജാഹിലുകൾ എന്ന് പറയാനുള്ള കാരണം. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് എല്ലാം മിഫ്താഹു ദാരിസ് സആദ പോലുള്ള കിതാബുകൾ പറഞ്ഞു കാണാം. അദ്ദേഹം പറയാറുണ്ട്, ഈ തൗഹീദ് മനസ്സിലായിട്ടില്ല എങ്കിൽ അവൻ എത്ര വലിയ ഇൽമുള്ള ഭൗതികമായിട്ടുള്ള അറിവുള്ള ആളാണെങ്കിലും, അവൻ എത്ര വലിയ എഞ്ചിനീയർ ആണെങ്കിലും, എത്ര വലിയ ഡോക്ടർ ആണെങ്കിലും അവനേക്കാൾ ജാഹിലായിട്ടുള്ള ഒരാളുണ്ടാവില്ല. നമ്മൾ ആലോചിക്കും, നമ്മൾ തന്നെ ലോകത്ത് കാണും വലിയ വലിയ ഉദ്യോഗസ്ഥന്മാർ, വൈദ്യരംഗത്ത് പ്രശസ്തരായിട്ടുള്ളവർ, അതുപോലെ തന്നെ ബാക്കി ഓരോ മേഖലയിൽ ഒരുപാട് അറിവുള്ള ആളുകൾ ഏതെങ്കിലും മനുഷ്യരുടെ അടുക്കൽ പോയി അവരുടെ കാലിൽ പോയി വീണ് പ്രാർത്ഥിക്കുന്ന, അല്ലെങ്കിൽ ഏതെങ്കിലും കല്ലിന് മുമ്പിൽ, അല്ലെങ്കിൽ അതുപോലെ ജാറങ്ങളാവട്ടെ, അങ്ങനെ പലതിൻ്റെയും അടുക്കൽ പോകുന്നത് കാണാം. അവർ ഏറ്റവും ജാഹിലാണ് എന്ന് അറിയിക്കുന്ന ഒരു കാര്യമാണത്. അവർ ജഹലിൽ നിന്ന് മാറിയിട്ടില്ല എന്ന് അറിയിക്കുന്ന ഒരു കാര്യമാണത്. കാരണം എങ്ങനെയാണ് സാധിക്കുക? അവനേക്കാളും ബുദ്ധിയുണ്ട് അള്ളാഹുവിനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ പറയുന്ന ഒരാൾക്ക്. കാരണം ഒരു ഉപകാരവും ചെയ്യാത്ത ഒരാളുടെ അടുത്താണ് അവൻ പ്രാർത്ഥിക്കുന്നതും സഹായം തേടുന്നതുമെല്ലാം. അതുകൊണ്ട് തന്നെ അത് ശിർക്കാണ്, മില്ലത്തിൽ നിന്ന് പുറത്താകുന്ന കാര്യമാണെന്ന് മാത്രമല്ല, ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ പോലും ഒരു അടിസ്ഥാനമില്ലാത്ത കാര്യമാണ് എന്ന് ബോധ്യപ്പെടുന്നതാണ് എന്ന് ഇമാം സഅദി റഹിമഹുല്ലാഹ് ഈ 3 ബാബിന്റെ ഷർഹ് ചുരുക്കിക്കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, നേർച്ച നേറുക എന്നുള്ളത്, ഏതെങ്കിലും ഒരു കാര്യം നിർബന്ധമല്ലാത്തത് സ്വന്തത്തിൽ നിർബന്ധമാക്കുക എന്നുള്ളത് അള്ളാഹുവിന് വേണ്ടി മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഏതെങ്കിലും വലിയനോ ഏതെങ്കിലും ജാറത്ത് കിടക്കുന്ന ആൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇന്ന കാര്യം ചെയ്യാം, അത് ഇന്നെ നിർവഹിക്കാം എന്ന് പറയാൻ പാടില്ല. അള്ളാഹുവിന് വേണ്ടി ഒരു കാര്യം നേർച്ച നേർന്നാൽ അള്ളാഹുവിനെ അനുസരിക്കുന്ന കാര്യമാണെങ്കിൽ അത് നിർവഹിക്കാതിരിക്കരുത്. അത് നിർവഹിക്കൽ നിർബന്ധമാണ്. അല്ലെങ്കിൽ കഫാറത്ത് ഉണ്ടാകും. അള്ളാഹുവിനെ ധിക്കരിക്കുന്ന വിഷയത്തിലാണെങ്കിൽ അത് നിർവഹിക്കാൻ പാടില്ല.
അതിൽ കഫാറത്തുണ്ടോ ഇല്ലയോ എന്നുള്ളതിൽ ഉലമാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്തായാലും അള്ളാഹുവിനെ ധിക്കരിക്കുന്ന ഒരു വിഷയത്തിൽ നേർച്ച നേർന്നിട്ടുണ്ടെങ്കിൽ അത് നിർവഹിക്കാൻ പാടില്ല. അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി നേർച്ച, അത് ശിർക്കാണ്, അള്ളാഹുവിന് വേണ്ടി ചെയ്യൽ ഇബാദത്തുമാണ്. അതുപോലെ തന്നെ ഇസ്തിആദ, രക്ഷ തേടുക എന്നുള്ളത്, എന്തെങ്കിലും ഷെറിൽ നിന്ന് രക്ഷ തേടുക എന്നുള്ളത് അത് അള്ളാഹുവിനോട് മാത്രമേ തേടാൻ പാടുകയുള്ളൂ. അള്ളാഹു അല്ലാതെ മറ്റൊന്നിനോടും രക്ഷ തേടാൻ പാടില്ല. അതുപോലെ തന്നെ ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ ദുആ തന്നെയാണ്. എത്രയൊക്കെ പേര് മാറ്റി പറഞ്ഞാലും ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ ദുആ തന്നെയാണ്. ദുആയിന് എന്ത് താരീഫാണോ കൊടുക്കുന്നത് അത് ഇസ്തിഗാസക്കും ബാധകമാണ്. എന്നാൽ ഇസ്തിഗാസ ഏതെങ്കിലും ഞെരുക്കമുള്ള സമയത്ത് ചോദിക്കുന്ന കാര്യമാണ് എന്ന് മാത്രം. അങ്ങനെ സഹായം തേടുന്നത് അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ. അള്ളാഹു അല്ലാത്ത ഏതെങ്കിലും ഒരു സൃഷ്ടിയോട് സഹായം തേടുന്ന ദുആ ചെയ്യുന്ന അവസ്ഥയുണ്ടെങ്കിൽ അത് ശിർക്കാണ്, അത് ചെയ്യുന്നവൻ മുശ്രിക്കും കാഫിറുമാണ്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ സൂക്ഷിക്കുക. അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക, അള്ളാഹുവിനോട് മാത്രം സഹായം തേടുക, രക്ഷ തേടുക, അള്ളാഹുവിന് വേണ്ടി മാത്രം നേർച്ച നേരുക. ഈ കാര്യങ്ങളാണ് ഈ 3 ബാബുകളിൽ പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും തൗഫീഖ് നൽകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.